നമസ്കാരം. സൈബർ കുറ്റകൃത്യങ്ങൾ വളരെ വ്യാപകമാകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്നൊരു തട്ടിപ്പ് നാടകവും ഇപ്പോൾ സ്ഥിരമായി നടക്കുകയാണ്. പലപ്പോഴും ഇരകളെ വീഡിയോ കോളിലോ അതല്ലെങ്കിൽ നേരിട്ടോ ഫോണിൽ വിളിച്ചതിന് ശേഷം നിങ്ങൾ ഇപ്പോൾ അറസ്റ്റിലാണ് എന്നും നിങ്ങൾ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേട് കാട്ടിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നും ഇക്കാര്യം ഒത്തുതീർക്കണമെങ്കിൽ വലിയ തോതിലുള്ള തുക നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമപാലകർ എന്ന വ്യാജേന തന്നെയാണ് ഇവർ പലപ്പോഴും ആളുകളെ വിളിക്കാറുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും വിദ്യാഭ്യാസമുള്ള സംസ്ഥാനമായ കേരളത്തിൽ പോലും എത്രയോ ആളുകളെയാണ് ഇത്തരത്തിൽ ഇവർ പറ്റിച്ചിട്ടുള്ളത്. പലപ്പോഴും വയോധികരായ ആളുകളെ തന്നെയാണ്, നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള ആളുകളെ തന്നെയാണ് ഇവർ പറ്റിച്ചിട്ടുള്ളത്. ലക്ഷങ്ങളും കോടികളുമൊക്കെയാണ് പല ആളുകൾക്കും നഷ്ടമായിട്ടുള്ളത്. കേരളത്തിൻ്റെ മുൻ ആഭ്യന്തരമന്ത്രി MLA ഒക്കെ മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലും ഈ ഡിജിറ്റൽ അറസ്റ്റിൻ്റെ പേരിൽ കബളിപ്പിക്കാൻ ശ്രമിച്ചതും അദ്ദേഹം വളരെ ബുദ്ധിപൂർവ്വം അവരെ നേരിട്ടതുമൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ വാർത്തയായ സംഭവങ്ങളുമാണ്. ഏതായാലും നമ്മളിവിടെ ഏറ്റവും ശ്രദ്ധയോടെ കൂടി കാണേണ്ട ഒരു കാര്യം ഈ തട്ടിപ്പുകളൊക്കെ നടക്കുമ്പോൾ ഈ ബാങ്കുകൾ എന്താണ് ചെയ്യുന്നത് എന്നാണ്. ബാങ്കിൽ കിടക്കുന്ന നമ്മുടെ പണമാണല്ലോ ഇവർ തട്ടിപ്പുകളിലൂടെ പലപ്പോഴും സ്വന്തമാക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടക്കുമ്പോൾ ബാങ്കുകൾ അതിൽ സൂക്ഷ്മത കാണിക്കാത്ത അല്ലെങ്കിൽ അതിൽ അവർ ശ്രദ്ധിക്കാത്തത് എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ഉയരുകയാണ്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഇക്കാര്യത്തിൽ അതിശക്തമായ തോതിലുള്ള വിമർശനമാണ് ബാങ്കുകൾക്ക് നേരെ നടത്തിയത്. ഇത്തരം ഡിജിറ്റൽ അറസ്റ്റുകൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ബാങ്കുകൾ ഇക്കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കാത്തത് എന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് തന്നെയാണ് ചോദിച്ചത്. വയോധികരായ എത്രയോ പേരുടെ ജീവിത സമ്പാദ്യങ്ങൾ, അവരുടെ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യങ്ങളാണ് ഇത്തരത്തിലുള്ള ഈ തട്ടിപ്പുകാർ വഴി ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് എന്നുള്ള കാര്യം കോടതി പ്രത്യേകം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. ബാങ്കുകൾക്ക് അവരുടെ ഉപഭോക്താക്കളോട് ഉത്തരവാദിത്തമുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ സാധാരണ രീതിയിലുള്ള ട്രാൻസാക്ഷനുകൾ മാത്രം നടത്തിയിരുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് വലിയ തുകകൾ ഒറ്റയടിക്ക് പിൻവലിക്കപ്പെടുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്താണ് എന്നവർ അന്വേഷിക്കണം. ഇതിൻ്റെ ഉപഭോക്താക്കളെ നേരിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിൽ നിന്ന് ഇത്രയും പണം പോയിരിക്കുന്നത് എങ്ങോട്ടാണ്, ഇത് ആര് വഴിയാണ്, എന്ത് ആവശ്യത്തിനാണ് നിങ്ങൾ ഇത്രയും പണം ഒറ്റയടിക്ക് ആർക്കെങ്കിലും അയച്ചത് എന്ന് ചോദിക്കാനുള്ള ഉത്തരവാദിത്തം ബാങ്കുകൾക്കുണ്ട് എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുന്നത്. അതല്ലാതെ ആളുകൾ പണം നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നീട് പോലീസ് കേസും മറ്റുമായി നടക്കുന്ന കാലഘട്ടത്തിലും ബാങ്കുകൾ പലപ്പോഴും ചെയ്യാറുള്ളത് ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല, ഇത് ഞങ്ങൾക്ക് ഒരു ബന്ധമില്ല എന്ന നിലപാടാണ് സ്വീകരിക്കാറുള്ളത്. ഇതിനെയാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി കൃത്യമായി പൊളിച്ചടുക്കിയത്. ബാങ്കുകൾ ഇക്കാര്യം കൃത്യമായി അന്വേഷിക്കണമെന്ന് തന്നെയാണ്, അതിൽ അവർക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും ഉപഭോക്താക്കളുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് ബാങ്കുകളുടെ കൂടി അവരുടെ ബാധ്യതയാണ്, കടമയാണ് എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. പലപ്പോഴും ഇവർ ചെയ്യാറുള്ളത് ഇരകളെ നേരിട്ട് വിളിച്ചതിന് ശേഷം ഒന്നുകിൽ അവർ എന്തെങ്കിലും കുറ്റം ചെയ്തു എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ബന്ധു മയക്കുമരുന്ന് കടത്തിയെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്കൊരു പാഴ്സൽ വന്നിട്ടുള്ളതിൽ നിന്ന് ചില അപകടകരമായ വസ്തുക്കൾ കണ്ടെത്തിയെന്നോ, നിങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ ഡിജിറ്റൽ അറസ്റ്റിലാണെന്നും നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പാടില്ല, അനങ്ങാതിരുന്നു കൊണ്ട് കുറേ കഴിയുമ്പോൾ അവർ വീണ്ടും വിളിച്ചിട്ട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഇത്ര പണം തന്നാൽ ഞങ്ങൾ ഈ കേസ് പിൻവലിക്കാമെന്നാണ്. ഭയന്ന് വിറച്ചിരിക്കുന്ന ആളുകളാകട്ടെ പലപ്പോഴും ചെയ്യാറുള്ളത് ഇവർ ആവശ്യപ്പെടുന്ന പണം അയച്ചു കൊടുത്ത് കേസിൽ നിന്ന് തലയൂരാൻ ശ്രമിക്കും. പിന്നീടായിരിക്കും മനസ്സിലാകുന്നത് ഇത് സൈബർ തട്ടിപ്പായിരുന്നു എന്ന്. കഴിഞ്ഞ ഡിസംബറിൽ തന്നെ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ കർശനമായ നിലപാട് സ്വീകരിച്ചിരുന്നതാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അന്ന് സുപ്രീം കോടതി പറഞ്ഞത് ഇത്തരം കേസുകൾ പെരുകി വരുന്ന സാഹചര്യത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ CBI തന്നെയാണ് അന്വേഷിക്കേണ്ടതെന്നാണ് സുപ്രീം കോടതി അന്ന് പറഞ്ഞത്. വേണ്ടി വന്നാൽ അവർക്ക് അന്താരാഷ്ട്ര തലത്തിലുള്ള തട്ടിപ്പ് സംഘങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എങ്കിൽ അവർക്ക് ഇൻ്റർപോളിൻ്റെ സഹായം തേടാം. ഏതായാലും സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ധനകാര്യ മന്ത്രാലയവും ബന്ധപ്പെട്ട ഏജൻസികളുമൊക്കെ തന്നെ ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ നൽകിയിരുന്നു. ഇതിൽ മറ്റാർക്കും ഉത്തരവാദിത്തമില്ല എന്നുള്ള ആ ഒരു നിലപാട് ബാങ്കുകളും നമ്മുടെ മറ്റ് വകുപ്പുകളും സ്വീകരിക്കുന്നതിലാണ് കോടതി കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചത്. ഓരോ വ്യക്തിയുടെയും ജീവിത സമ്പാദ്യം എന്ന് പറയുന്നത് അയാളുടെ ജീവിത സായാഹ്നത്തിൽ അയാൾ ഉണ്ടാക്കിയ സ്വത്ത് മുഴുവൻ ഒരൊറ്റയടിക്ക് ഈ കള്ളന്മാർ തട്ടിയെടുത്തുകൊണ്ട് പോകുന്ന നടപടി എന്തായാലും ഇതിനൊരു അവസാനം കണ്ടേ പറ്റൂ എന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ ഇവിടെ സുപ്രീം കോടതി സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല സുപ്രീം കോടതി ചോദിച്ചൊരു ചോദ്യം, ഇത്തരത്തിലുള്ള സംശയകരമായ ഇടപാടുകൾ നടക്കുമ്പോൾ ബാങ്കുകൾ എന്തിനാണ് മൗനം പാലിക്കുന്നത് എന്നാണ്. അവർ അടിയന്തരമായി ഈ കസ്റ്റമറെ ബന്ധപ്പെടുക, എന്താണ് സംഭവിച്ചത്, നിങ്ങൾ എന്തിനാണ് ഇത്രയും പണം കൈമാറിയതെന്ന് ചോദിക്കുക. ഇതൊക്കെ തന്നെ ബാങ്കുകളുടെ കടമയാണ്, അവരുടെ ബാധ്യതയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് സുപ്രീം കോടതി ഇപ്പോൾ ശക്തമായ തോതിലുള്ള വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആളുകളുടെ പണം നഷ്ടപ്പെടുമ്പോൾ അത് നഷ്ടപ്പെട്ടോട്ടെ എന്ന രീതിയിലാണ് പലപ്പോഴും ബാങ്കുകളും മറ്റും ചെയ്യാറുള്ളത്. അതുപോരാ, ഇത് തിരിച്ചു പിടിക്കാനുള്ള കൃത്യമായ ഏകോപനം വിവിധ വകുപ്പുകളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള കൃത്യമായ ഏകോപനം കൂടി ആവശ്യമുണ്ട് എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ ഈ ഒരു വളരെ പ്രധാനപ്പെട്ട ഉത്തരവിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതിയുടെ ഈ ഉത്തരവ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ അറസ്റ്റുകളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഒരുപാട് പണം ഉപഭോക്താക്കൾ നഷ്ടമായാൽ അതിന് അവർ കോടതിയിൽ ഉത്തരം പറയേണ്ടി വരും, സമാധാനം പറയേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതല്ലാതെ ഇത്രയും നാൾ ചെയ്തിരുന്നത് പോലെ ഇത് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പോയ പണം അത് സംരക്ഷിക്കേണ്ട നിങ്ങളുടെ കടമയാണ്, ഞങ്ങൾക്കിതുമായി യാതൊരു ബന്ധമില്ല, ഞങ്ങൾ നിങ്ങളുടെ പണം സൂക്ഷിക്കുന്നു, നിങ്ങൾ ഞങ്ങളറിയാതെ ഈ പണം എല്ലായിടത്തും ആർക്കെങ്കിലും കൊടുക്കുന്നു എന്നുള്ള നിലപാട് ഇനി മുതൽ ബാങ്കുകൾ ഒരു കാരണവശാലും സ്വീകരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ്
കോടതി ഇവിടെ ഈ ഉത്തരവിലൂടെ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വേണ്ടുന്നാൽ CBI കൊണ്ട് അന്വേഷിച്ചുകൂടെ എന്നാണ് സുപ്രീം കോടതി അന്ന് ചോദിച്ചത്. ഇതൊരു നല്ല ചോദ്യം കൂടിയാണ്. കാരണം നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള സാമ്പത്തിക തട്ടിപ്പുകളും ക്രമക്കേടുകളൊക്കെ നടക്കുമ്പോൾ അന്വേഷണ ഏജൻസികളുണ്ട്. നമുക്ക് CBI ഉണ്ട്, ED ഉണ്ട്, അതുപോലെ വേണ്ടി വന്നാൽ ഇന്ത്യക്ക് പുറത്തുള്ളതാണെങ്കിൽ ഇൻ്റർപോളുമായി ബന്ധപ്പെടാമല്ലോ. ഇതൊന്നും ചെയ്യാതെ ബാങ്കുകൾ തികഞ്ഞ നിരുത്തരവാദപരമായ രീതിയിൽ ഇക്കാര്യത്തിൽ ഇടപെടുന്നു, പെരുമാറുന്നു എന്നുള്ള പരാതികളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സുപ്രീം കോടതി ഇപ്പോൾ ഇത്രയും കർശനമായൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഈ ഡിജിറ്റൽ തട്ടിപ്പുകൾ അല്ലെങ്കിൽ സൈബർ തട്ടിപ്പുകളൊക്കെ തന്നെ ഇപ്പോൾ പോലീസിൻ്റെയും അല്ലെങ്കിൽ ബാങ്കിൻ്റെയും കൂടി ബാധ്യതയായി മാറുകയാണ് ഇതിൻ്റെ കുറ്റവാളികളെ കണ്ടുപിടിക്കുക എന്നുള്ളത്. പലപ്പോഴും ഉപഭോക്താക്കൾ കബളിപ്പിക്കട്ടതിന് ശേഷം പരാതി നൽകുമ്പോൾ ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതിനെ സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ നടന്നത് വിദേശത്താണ്, ഞങ്ങൾക്ക് ഇതുമായി ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞ് തല ഊരുന്നത് ഇനി ഒരു കാരണവശാലും അംഗീകരിക്കുകയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഈ കർശന നിലപാടിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്.